വെൽക്കം ടു ഇന്തോനേഷ്യാസ് ബിഗസ്റ്റ് ഷോപ്പിംഗ് മോൾ ഗൈസ്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളായിട്ടുള്ള ഗ്രാൻഡ് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മോളിലെ വെസ്റ്റ് മോൾ. ഇത് വെസ്റ്റ് സൈഡിലൊരു മോളുണ്ട്, ഈസ്റ്റ് സൈഡിലൊരു മോളുണ്ട്, പിന്നെ കുറേ ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ വലിയൊരു സമുച്ചയമാണ് ഇത്. മോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതല്ല, പുറത്ത് മഴയാണ്. ഞങ്ങൾ ഇന്തോനേഷ്യ വന്ന് ജക്കാർത്ത വന്ന് മൊത്തം മഴ കാരണം പെട്ട് കിടക്കുകയായിരുന്നു. സോ വി തോട്ട് ഓഫ് എക്സ്പീരിയൻസിങ് എ ഷോപ്പിംഗ് മോൾ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, മഴയത്ത് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബാ, ആദ്യം നമുക്ക് കൊച്ചിനെ കൊണ്ട് കുറച്ച് നേരം കളിപ്പിച്ചാലോ. കളിപ്പിക്കണോ? നീ ആരെയാണ് വായി നോക്കുന്നേ? വീഡിയോ ഓൺ ആക്കി പിടിപ്പിച്ചിട്ട് വായി നോക്കി നടക്കുന്നത്. നീ ആരെയാണ് വായി നോക്കുന്നേ? പോവാം. എന്താ ചെയ്യേണ്ട ഋഷിക്ക്? ടോയ് വേണം കേട്ടോ ശ്വേത. നമ്മൾ ആക്ച്വലി വന്നിരിക്കുന്ന വെസ്റ്റ് മോൾ എന്ന് പറയുന്നത് ഹൈ എൻഡ് ലക്ഷറി ഗ്രാൻഡ് ഇന്തോനേഷ്യ. ഇവിടെ മൊത്തം ഹൈ എൻഡ് ലക്ഷറി സാധനങ്ങളുടെ കടകൾ മാത്രമുള്ള ഒരു കടയാണ്. ഇതെന്ത് വഴിയാ? ആൾക്കാർ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇതെന്ത് കോഫി ഷോപ്പ്? എല്ലാവരും വർക്ക് ചെയ്യുന്നു. കോഫി ഷോപ്പ് അത്? ഓ ആ ശരി, ആൾക്കാർ ഫുഡ് കഴിക്കുന്നു, വർക്ക് ചെയ്യുന്നു. സെക്കൻഡ് ഫ്ലോർ കോഫി എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പാണത്. കൊള്ളാമല്ലോ. ആ അടിപൊളി, കൊള്ളാം. എന്തൊക്കെ പരിപാടികളല്ലേ. ഇത് ശരിക്കും ഉണ്ടല്ലോ. ഇത് നമ്മൾ മറ്റേ വേലച്ചേരിയിൽ നമ്മൾ മറ്റേ ഷോപ്പിംഗ് മോളിൽ പോകത്തില്ലേ, ഏതാ ഫിനിക്സ്? അവിടെ ഇല്ല ലക്ഷറി ബ്രാൻഡിന്റെ ഒരു ഏരിയ, സാധാ ബ്രാൻഡുകൾക്ക് വേറൊരു ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ഋഷി കൈപിടി. അങ്ങനത്തെ സ്ഥലം. ശിവ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 5392 രൂപ അല്ല, 1 മില്യൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇവിടെ ഉള്ള സാധനങ്ങളുടെ എല്ലാം. ഓക്കെ, നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വിൻഡോ ഷോപ്പിംഗ് ആണല്ലേ? അല്ലേ, വിൻഡോ ഷോപ്പിംഗ് അല്ലേ? അല്ലേ? എന്താ പിന്നല്ല, വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വാങ്ങണം എന്ന് നിർബന്ധമില്ലല്ലോ. നമ്മുടെ മോനെവിടെ പോയി? ഹലോ മോനെ, വരൂ, എന്റെ കൂടെ നിൽക്കൂ, ഇല്ലെങ്കിൽ സെക്യൂരിറ്റി പിടിച്ചോണ്ട് പോകും. ഹായ്, ഇസ് ദിസ് ലാപ്ടോപ്പ് ബാഗ്? ആ ഓക്കെ, ഇത് ലാപ്ടോപ്പ് ബാഗ് ആണെന്ന്. ഇത് കണ്ടോ, ഒരു ഹാർഡ് കേസ് പോലെ ഉണ്ടല്ലേ, ഒരു ഹാർഡ് കേസ് പോലെ. ഇതിനകത്ത് ലാപ്ടോപ്പിന് എക്സ്റ്റേണൽ മറ്റേ ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. കണ്ടോ, ഇതിനെന്ത് വിലയാണെന്നറിയോ ഈ സാധനം? ഇതൊരു സ്വീഡിഷ് ബ്രാൻഡാണ് തുല എന്ന് പറയുന്നത്. Is this Indonesian style? Local brand? This original handmade? Yeah. Oh, this is handmade? Yes. Oh wow. Oh, this is only one? Yeah, ready. Okay, how expensive is this? How much is it? 4 million. 4 million? Yeah, 950 for this. Oh my god. For almost 5 million എന്ന് പറയുമ്പോഴത്തേക്കിനും 5, 10, 15, 20, 25, 30,000 രൂപ വിലയുണ്ട്. ഇത് നോക്കടി, ഇത് പക്ഷെ എന്റെ അമ്മ 25,000 രൂപയുടെ ടീഷർട്ട് ഷർട്ട് കൈസ്. 25,000 അല്ലേ, 30,000 രൂപ. Indonesian batik. Batik? Yeah, design. Batik design? Yeah. Okay. This for any brand we don't have for batik embroidery. Oh, it's a handmade embroidery, yeah. Right? Wow. Because any brand batik the pure material. So who will buy this? Like for is it for some occasion or it's a party wear? Yeah, this for wedding. For wedding? Yeah, can and maybe formal functions. And, yeah, formal. Official functions. Yeah, can. Okay. Because this boutique, this exclusive, unique. It's unique. Okay. Yeah. Oh. That's nice. Maybe check, please. Oh, it's very expensive. Maybe you want to try, please. Yeah, I don't mind trying. Do you have a shirt of my size? And this material support the pouring, the cotton hero. Okay. I don't want to buy, but I would like to try one. Can you give me one? Yeah, okay. Huh? Can I try one? Short sleeve, maybe long sleeve. Short sleeve. Short sleeve. Yeah. Please. Thank you so much. It's okay. I just want to try. Any brand? Check, please, sir. Do you have my size? This Indonesian design original. Oh, that's nice. Jawa. Yeah, Indonesian. Okay, even this is good. Do you have my size in this? Only one is large. Large? Yeah. This. Okay. Can I try this? Oh, sorry. Rishino. Okay. This. Oh, this everything is different. Different design. Oh, different. ഇത് കണ്ടോ ചേട്ടാ? ഒരു ഡിസൈൻ പോലെ ഉള്ളത് ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? Design and the chain or method. Okay. Material. Okay, I will try this. Yeah. I need to take a photo. Yeah, okay. Maybe please to
too. ഓ യാ ഷോ ഓക്കെ മോളെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇന്തോനേഷ്യൻ സ്റ്റൈൽ 30,000 രൂപ. ഇതാണ് ട്രയൽ റൂം. ഓ നീ അവിടെ സീറ്റ് കിട്ടിയപ്പോ അവിടെ ഇരുന്നതല്ലേ? Customize for fitting. ഓ കസ്റ്റമേഴ്സ് ക്യാൻ കസ്റ്റമൈസ് ഇറ്റ്. Yeah, request for to just. ഓക്കെ And design. പക്ഷെ അത് കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളി. ഇത് ഭയങ്കര ഹെവിയാണ്. ഇത് ടു ഹെവി. Yeah. വെയിറ്റ് ഇത് കണ്ടില്ലേ? ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കുന്നത് കണ്ടോ? നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ? ഇത് ഫുൾ അതായത് ഇത്രയും കട്ടിക്ക് ചെയ്തിരിക്കുക. ഇത് നെയ്ത്തെടുത്തതാകട്ടെ. നെയ്ത്തതല്ലേ ഇത് ഹാൻഡ് മെയ്ഡ് ഡിസൈൻ. അതന്നെ കൈ കൊണ്ട് നെയ്ത്. അതായത് ഇത് എന്നെ ഇച്ചിരി വലിയ സൈസാണേ. ഇത് ആക്ച്വലി ഇതിന്റെ പോക്കറ്റ് ഉണ്ടോ? ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഡിസൈൻ എനിക്ക് ചെയ്യില്ല. ആ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യില്ല. അതാണ് അവര്. പക്ഷെ ഇത് ഇടേണ്ട ആൾക്കാർ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്തുമായിരിക്കും. Size okay, maybe നോട്ട് ഓക്കെ ബട്ട് small. ദിസ് ഇസ് ഗുഡ് റൈറ്റ്. 25,000 രൂപയുടെ ഷർട്ട് അല്ല 30,000 രൂപയുടെ ഷർട്ടാണ് കേസ് ചെയ്തത്. നോക്കിക്കണ്ടോ ഇത് സാധനം. ഇത് ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ ഇട്ടിട്ട്. This one best material or Okay. just. Do you remember I bought some dress from China when I came last time? അടിപൊളിയല്ലേ? അതേപോലത്തെ ഇത്. പക്ഷേ this is unique. ഇന്തോനേഷ്യൻ സ്റ്റൈൽ കല്യാണത്തിന് വരുമ്പോഴത്തേക്കും പറയണം. എന്നാ നിങ്ങൾ കളയാൻ കഴിക്കണ്ട, മര്യാദക്ക് പോയി ഡ്രസ്സ് മാറുക. എന്ത് വെയിറ്റ് ആണെന്നറിയോ? ഇത് ഇത്തരത്തിലുള്ള രണ്ട് പെട്ടി ഉണ്ടെന്നല്ല, 2 ഉടുപ്പുണ്ടെങ്കിലേ ഇത് ആക്ച്വലി സംഭവം കളറാവും. It's too heavy. Can you try it? It's too heavy. Yeah. Anyway, thank you so much. Okay, thank you so Oh, your name is Marky. Merky, yeah. Nice to meet you, Marky. Thank you so much. Thank you. Nice to meet you as well. Yeah. Hello. Yeah. Yes. Come on. Thank you so much. Sir. Thank you. ഇതൊക്കെ ഇവരുടെ സ്റ്റൈലാണ് കണ്ടോ? ഈ കളറൊക്കെ നമ്മുടെ ആൾക്കാർ ഇടുവോ ഇങ്ങനത്തെയൊക്കെ? What is special discount? ഇല്ല. 50%. Okay. And low price. Low price. How much? Yeah. 1 million? 2 million? No, this 100. Oh, 100. Okay. Yeah. Okay. Thank you. Thank you so much. Yeah. Guys, പെട്ടിയൊക്കെ പണ്ട് നമ്മൾ ഇങ്ങനെയല്ലേ കണ്ടിട്ടിരുന്നേ. ഇപ്പോൾ പെട്ടിയുടെ ഷേപ്പൊക്കെ മാറി സ്ക്വയർ ഒക്കെ ആക്കി. നോക്കിയേ, ഇങ്ങനത്തെ ഷേപ്പിൽ പല ഡിസൈനിലുള്ള പെട്ടികളൊക്കെ വന്നു തുടങ്ങി. ഈ പ്യൂഷോ എന്നൊക്കെ പറയുന്നത് കാർ ഉണ്ടാക്കുന്ന ഫ്രാൻസ് കമ്പനിയല്ലേ? അതെ, അവർ പെട്ടിയൊക്കെ ഇറക്കി തുടങ്ങിയോ? ദൈവമേ, കാർ ഉണ്ടാക്കുന്ന കമ്പനി പെട്ടിയൊക്കെ ഇറക്കി തുടങ്ങിയോ? ആ ചെയ്യ കയറി ഇരുന്നിട്ട് അവനവിടെ ആ സാധനം കിട്ടി. അത് അതിലിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും അവനത് ചെയ്യണം. ആ കൊള്ളാം. നൈസ്. ഇനി അതിൽ കയറി ചാടണേ. ആ ചാട്. അയ്യോ വീഴല്ലേ കയറ്. ആ ഏറ്റവും അപ്പോ അതേ ചാടത്ത് നോക്കിയേ. അതിൽ പിടിച്ചോണ്ട് ചാടണമെന്നാ കേട്ടോ പറയുന്നത്. ഓക്കെ, തല മുട്ടരുത്. തല അതേ മുട്ടരുത്. തല രാവിലെ മുട്ടിയ പോലെ മുട്ടരുത്. നമുക്ക് പോവാ ശ്വേതാ, ഞങ്ങൾ പോവാണേ. നീ അവിടെ ഇരുന്ന് ചാടിക്കോ. അതെ ദേ ചാടുന്നത് ഡും എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ അവിടെ കിട്ടത്തില്ല, അതാ പ്രശ്നം. ഇത് കിട്ടത്തില്ല. ഇല്ല, ഇതൊന്നും ഇല്ല അവിടെ. ചിറ്റിപ്പോണോ അത്? പിന്നെ എന്തിന്റെ കാറാ? അതായത് ടിറ്റിപ്പോയുടെ അടിയിലുള്ള കുറെ കാറുകള് ബസ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഓ അത് ശരി. നൈസ്. ഇത് കണ്ടോ ഈ സാധനം? ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടികളെന്ന് പറയുന്നത്. ഇവിടെ പിള്ളേരെ ഇതാക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടില്ലേ? അതിപ്പോ ഡീറെയിലായി പോവും. ആണോ? വാവ്. ഇവനാണ് ലോകത്തെ ഏറ്റവും വലിയ ട്രെയിൻ ഭ്രാന്തനാണ്. ഇവന്റെ അപ്പപ്പായനെക്കാട്ടി വലിയ ട്രെയിൻ ഭ്രാന്തനാണ് ഇവൻ. വേണ്ട, അത് പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ അത് ഡീറെയിലായി പോവില്ലേ? എന്താ വേണ്ടേ? സൂപ്പർമാനോ? സൂപ്പർമാൻ ആരെയാ വേണ്ടത് ഋഷിക്ക്? ഇത് സൂപ്പർമാൻ വേണോ? അതൊന്നും വേണ്ട, വെറുതെ. നിനക്ക് വല്ല കാർ വേണമെങ്കിൽ നോക്കാം. അതെന്ത് പാടി? അവന് ഇഷ്ടമുള്ളതല്ലേ എടുക്കേണ്ട ടോയ്സ്. അത് പിന്നെ അത് ശരി. ഇപ്പൊ കാറ് നീ ഇതല്ലേ പറഞ്ഞ കാറ് വാങ്ങിച്ചു കൊടുക്ക. അതെന്ത് സാധനം? ഡൈനോസോർ ആണോ? ഡൈനോസോർ. അയ്യോ, ഡൈനോസോർ അത് വേണ്ട. ഇത് കാണുമ്പോൾ എല്ലാവർക്കും വേണ്ടി വരും, എല്ലാം വേണ്ടി വരും. ടോയ്സിന്റെ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതാണ് അവസ്ഥ. നിനക്ക് വല്ല ആവശ്യമുണ്ട്? ഇതിലും ഭേദം മഴ കൊണ്ട് പുറത്ത് നടക്കുന്നതായിരുന്നു. വാങ്ങിച്ചു വിട്. അതൊന്നും വേണ്ട. ഇതെന്ത് ക്യൂബാ ഇത്? ക്യാൻ യു ബീറ്റ് ദ റെക്കോർഡ് ഓഫ് 3.16? ഇതെന്ത് ക്യൂബ്? 4 എണ്ണത്തിന്റെ ക്യൂബൊക്കെ ഉണ്ട് ഇപ്പോൾ. എനിക്കറിഞ്ഞൂടാ. സാധാരണ മറ്റേ വലിയ ക്യൂബല്ലേ വരുന്നേ?
അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഭാഗം വിടുന്നതായിരിക്കും അഭികാമ്യം. ഇല്ലെങ്കിൽ നിങ്ങളല്ലേ മോളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് മോളിൽ കയറിയത് അനുഭവിച്ചോ. അല്ല പിന്നെ ഞാൻ എന്ത് പറയാനേ. കാറില്ല ഇവിടെ. എന്താ അത്? അത് വാങ്ങിച്ചിട്ട് എങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും? ആര് കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകും? എവിടെ വെക്കും ഋഷി? ഏത് പെട്ടിൽ വെക്കും? ആ ഏത് പെട്ടിൽ വെക്കും? അത് ഋഷിക്ക് അത് വാങ്ങാം, പക്ഷെ അത് എവിടെ കൊണ്ടുപോകും? എവിടെ വെക്കുമെന്ന് പറ. അതെങ്ങനെ കൊണ്ടുപോകും ഫ്ലാറ്റിലേക്ക്? ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി ബാലി പോകണം, അവിടെ നിന്ന് ഹോങ്കോങ് പോകണം, അവിടെ നിന്ന് സിംഗപ്പൂർ പോകണം, ഇത് കഴിഞ്ഞ് ചെന്നൈ പോകണം. ഈ ഫ്ലൈറ്റിലൊക്കെ എങ്ങനെ കൊണ്ടുപോകും ഇത്? പറഞ്ഞേ. ഇത് അപ്പ ലുലു മാളിൽ കിട്ടുന്ന അപ്പം ഇത് എത്ര എണ്ണം ഉണ്ട് ഋഷിയുടെ വീട്ടില്? ലുലു മാളിൽ കിട്ടത്തില്ലേ ഇത്? അപ്പൊ ഓർഡർ ചെയ്യാം. ഋഷി ഇപ്പൊ സ്മോൾ എന്തെങ്കിലും വാങ്ങിക്കേ. സ്മോൾ ഇല്ലേ? അപ്പൊ ഓർഡർ ചെയ്ത് തരാം. ഇന്ന് തന്നെ അപ്പൊ ഓർഡർ ചെയ്യാം. ആമസോണിൽ ഓർഡർ ചെയ്ത് തരാം. ഇത് അവിടെ ഉണ്ട് ബുള്ളറ്റ് ട്രെയിൻ. കണ്ടോ? അത് ചൈനയിലുള്ള ബുള്ളറ്റ് ട്രെയിനാണ്. അതിന് ചേർന്നുണ്ടോ നോക്ക് ഋഷി. ഉണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചു തരാം. ഇതെങ്ങനെ നമ്മൾ ക്യാരി ചെയ്യും പറഞ്ഞേ? ഇത് നല്ല സാധനം കേട്ടോ. ഇത് കണ്ടില്ലേ? ഹൈ സ്പീഡ് എടി ചേതാ. ഇത് കണ്ടു മതി. ഇത് മറ്റേ ചൈനയിലൊക്കെ ഉള്ള ബുള്ളറ്റ് ട്രെയിൻ. ഇവിടെ ഇന്തോനേഷ്യയിലും ഉണ്ട് ഇത്. കൽക്കരിയാണോ? നമുക്ക് ചെറിയ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടോ നോക്ക്, നമുക്ക് വാങ്ങിക്കാം. ചേതാ നോക്കിക്കാം. ചേതാ ചെറിയ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടോ നോക്കിയേ. നോക്ക്. സ്മോൾ ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചു നോക്ക്. ഡു യു ഹാവ് സ്മോൾ ട്രെയിൻ? യാ, ഡു യു ഹാവ് സ്മോൾ ട്രെയിൻ? അതെ, ഇത് ചെറിയ ട്രെയിൻ അല്ലേ? നീ പോയാ അവിടെ കൊച്ചിന് പോകാൻ കഷ്ടമുണ്ട്. കഷ്ടമുണ്ട്. നിനക്ക് സ്മോൾ ബുള്ളറ്റ് ട്രെയിൻ വാങ്ങിച്ചു തരാം. അത് വാങ്ങിക്കാടി. ഏതെങ്കിലും ഒരെണ്ണം ചെറുതെല്ലാം വാങ്ങിക്കും. ഇത് മതിയോ ഋഷി? ഇത് മതിയോ എന്ന് നോക്കിയേ. ഈ ട്രെയിൻ മതിയോ? ഇത് മതിയോ? അത് മതിയോ? ഇവിടെ 2-3 ട്രെയിൻ ഉണ്ട്. ഇതൊക്കെ ട്രെയിനാ. ഇതും ട്രെയിനാ. ഇതിലേതാ വേണ്ട ഋഷിക്ക്? ഇതും ഉണ്ട്. ഇതും ട്രെയിനാ. ആ ട്രെയിൻ മതിയോ? ആ ഓക്കെ ശരി. ഹാപ്പി? ഓക്കെ. ഇതാണ് പ്രശ്നം. എല്ലാം കൂടെ ഇതിപ്പോ സ്മോളാ. ഇത് നിനക്ക് യു ക്യാൻ ക്യാരി. അതുണ്ട്. പിന്നെ ഇതും നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ there are many. Which one do you want? This one. You want that one? Okay. Okay, Shweta, എടുക്ക് Shweta. അത് മതിയോ? Okay, fine. ഇത് ബാലിയിൽ പോൾ വില്ലേജ് ഇത് സെറ്റ് ആക്കണം. തോമസ് ആണത്? എന്റെ അമ്മ, ഋഷിയുടെ ഫേവറേറ്റ് തോമസ്. ഓ, ഇത് മതിയോ പരീക്ഷയ്ക്ക്? തോമസ് പേഴ്സി വേണോ? തോമസ് ഇത് വേണോ? തോമസ് ആൻഡ് ഫ്രണ്ട്സ്. ആ ഏതാ വേണ്ടേ? ഋഷി ഇപ്പൊ മൊത്തത്തിൽ ടോട്ടലി കൺഫ്യൂഷൻ. ഋഷിക്ക് ഏതാ വേണ്ടതുള്ളത്? തോമസിന്റെ വലിയ വീൽസിന്റെ സാധനം ഉണ്ടോന്ന് നോക്കിയ ശ്വേത. ഇതാണോ? ഇത് തോമസ് ആണോ? ഇത് തോമസ് അല്ല. പിന്നെ ഇത് വേറെ ഏതുവാ? തോമസ് ആണോ അത്? തോമസിന്റെ അടുത്ത് കൊടുത്തേ. തോമസിന്റെ നിനക്ക് അറിയത്തില്ലേ? ഇതിനകത്ത് ഏതാ? the blue engine, the Thomas engine in this. തോമസ് തോമസിന്റെ ഭ്രാന്തന്മാരെ എല്ലാം വലുത് മതി ചേട്ടാ, ചെറുതൊന്നും വേണ്ട. എല്ലാം വലുതിന്റെ ആൾക്കാരാണ് ഗൈസ്. വലുത് മാത്രം മതി, ചെറുതിന്റെ ആവശ്യമില്ല. ചെറുത് പറ്റില്ല നമുക്ക്. ഓക്കെ ഇവിടെ ബഹളമായിരുന്നു. യെസ്. ഐ നീഡ് ബാഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഋഷി ഇവിടെ ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ലാസ്റ്റ് ശ്വേത അവനെയും കൊണ്ട് അങ്ങോട്ടെങ്ങാണ്ട് പോയി. അവന് ടോയ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടോയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കിനും പിള്ളേർക്ക് അങ്ങനെയാണല്ലോ. അവർക്കിങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കിനും അവർക്ക് പുതിയത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇങ്ങനെ കാണുമ്പം അവർക്ക് അങ്ങനെയാണല്ലോ സംഭവം. അങ്ങനെ നമ്മൾ അവസാനം ഇത് കണ്ടോ ഇത് അടിപൊളിയാണേ. നൈസ് ബാഗ്സ്. കുറേ നല്ല അടിപൊളി ടോയ്സ് ഉണ്ടായിരുന്നു. ജാപ്പനീസ് സാധനങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. എവിടെ ശ്വേത? അവിടെ കരച്ചിലാണ് ഇപ്പോഴും. അങ്ങനെ ഫൈനലി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം അവർ ഇത്തവണ ഞങ്ങൾ ട്രിപ്പിനിടയ്ക്ക് ഇറങ്ങിയപ്പം ഞങ്ങൾ ടോയ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ടോയ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് ടോയ് ഇല്ലാതെ ബുദ്ധിമുട്ടാണല്ലോ. അയ്യോ, ഇപ്പോഴും കരച്ചിലാണോ? അപ്പ ഋഷിക്ക് വേണ്ടി എന്തൊക്കെ വാങ്ങിച്ചെന്നറിയാവോ? ഇപ്പോഴും കരയുവാണോ? അപ്പ ഹാസ് ബോട്ട് ലോട്ട് ഓഫ് തിങ്സ്.
ഫയർ ട്രക്ക് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, പിന്നെ ട്രക്ക് ഉണ്ട്. വലിയ ട്രെയിൻ അപ്പ പ്രോമിസ് അപ്പ വീട്ടിൽ വാങ്ങിച്ചു. എക്സ്പ്രസ് ആ നോക്ക്. ഞാൻ ടോക്കിയോയിൽ പോയപ്പോ നറീറ്റയ്ക്ക് പോയി ഈ ട്രെയിനിലാ, അറിയാവോ? അപ്പ പോയ ട്രെയിനാ. അപ്പാടെ ചാനലിൽ വീഡിയോ ഉണ്ട് ഇതിന്റെ, കണ്ടോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നിനക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നിനക്ക് ട്രാക്കിലൂടെ മാത്രമല്ലേ ഓടിക്കാൻ പറ്റുള്ളൂ. ഇത് നിനക്ക് എവിടെ വേണേ ഓടിക്കത്തില്ലേ? അമ്മയുടെ ദേഹത്തോട് ഓടിക്കാം, അപ്പന്റെ ദേഹത്തോട് ഓടിക്കാം, കട്ടിലിട്ട് ഓടിക്കാം, ഇല്ലേ ശ്വേത? നമുക്ക് പോകുമ്പോ ബാറ്ററി വാങ്ങണോ? ബാറ്ററി വാങ്ങണം. പിന്നെ നമ്മൾ ഇത് പൊട്ടിച്ച് ബാറ്ററി ഇട്ടിട്ട് വേണം നമുക്ക് കളിക്കാൻ. അപ്പൊ ഞാൻ ഇത് തിരിച്ചുകൊണ്ട് കൊടുക്കട്ടെ? എന്നാ പോവാ. ഐസ്ക്രീം ഇതാണ് പറഞ്ഞ വഴിയെ പോകുന്ന വാവ് ക്യാമ്പർ. വാവ് അടിപൊളി. ബാ തേടിയ വലിയ കാലച്ചുറ്റോ അല്ല ശ്വേത, ഇവിടെ വഴിയെ പോയ വയ്യാവേലി നമ്മളെടുത്ത് നെഞ്ചത്ത് വെക്കാന്ന് പറയുന്ന അവസ്ഥയാണ്. ഷോപ്പിംഗ് മോളിൽ കയറിയിട്ട് ഇവിടെ ഒരാളെ ആളുടെ കരച്ചിൽ വരെ കഴിഞ്ഞിട്ടില്ല. ഓർത്തോർത്ത് കരയുക. മോളിൽ പോവണ്ടെന്ന് ഭാര്യ പറഞ്ഞാൽ വല്ലപ്പോഴും കേൾക്കണോന്ന് പറയാം. ഇത് ഓർത്തോർത്ത് കരച്ചിട്ടിരിക്കുക ഇവിടെ. ഇത് കണ്ടോ വാ ഒരു കാര്യം കാണിച്ചു തരാം വാ. ഇതെന്താ ഇത്? ഫെറസ് വീലാണോ? നോക്കിക്കേ. എന്റെ അമ്മോ എന്തോ ഇത്. എന്റെ അമ്മ ഇത് നോക്കിക്കേ. ഇത് കണ്ടോ കറങ്ങുന്ന കണ്ടോ? പോപ്പ് മാർട്ടിന്റെ ഫെറസ് വീലാ. അത് കണ്ടോ? ഏതാ? അതിന്റെ ബ്രാൻഡാണ്. എന്റെ അമ്മ ഇത് എന്തുവാ ഇത്? കണ്ടോ ഇത്ര നേരം കരഞ്ഞോണ്ടിരുന്ന ചെറുക്കനാണ്ടല്ലേ, ഇപ്പൊ അത് പൊട്ടിച്ചു കൊടുത്തപ്പോ അവന്റെ കരച്ചിലൊക്കെ മാറി. ഇപ്പൊ കരയണ്ടാ നിനക്ക്? എടാ കരയണ്ടടാ, എടാ കരയണ്ടടാ. ഹലോ, വലിയ ട്രെയിൻ വേണ്ട നിനക്ക്? വലിയ ട്രെയിൻ, ട്രാക്കുള്ള ട്രെയിൻ കരയണ്ടേ നിനക്ക്? മതിയാക്കിയോ? ഈ ഒറ്റ ട്രാക്കുള്ള ട്രെയിനല്ല, വലിയ ട്രെയിൻ വേണം. ആണോ? കരയ് കരഞ്ഞാലേ വാങ്ങിച്ചു തരുള്ളൂ. കരേ. ഇത്ര നേരം ഭയങ്കര ഗീറ്റലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ കുറേ കരഞ്ഞ് അവസാനം കാര്യം നടക്കൂല എന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും ആശാൻ വഴിക്ക് വന്നു. ചേതാ കമ്മലെടുക്കാൻ മറന്നു എന്നും പറഞ്ഞോണ്ട് കമ്മൽ വാങ്ങിക്കാൻ വന്നതാണ്. എന്തിനാ കമ്മലെടുക്കുക? നീ ആരുടെ കമ്മലെടുക്കാൻ മറക്കാത്താണല്ലോ. നീ ബിഗ് അല്ലേ ഇടുന്നത്? അല്ലല്ല നീ ബിഗ് അല്ലേ ഇടുന്നത് എപ്പോഴും. അത് ശരി കൊള്ളാം. എടുക്ക്, ഏതെങ്കിലും എടുക്ക്. അത് ശരി, നീ ഇപ്പൊ അത്രയും ചെറുതൊക്കെ ഇടാൻ തുടങ്ങിയോ? നീ ഭയങ്കര വലിയ കമ്മലിടുന്ന ആളല്ലേ? അങ്ങനെ പറയല്ലേ, കുറച്ചുകൂടെ വലുതിട്. നീ വലുതിട്ടാ മതി. എടുക്കതേ ഇവിടെ വണ്ടി ഓടിച്ച് കളിച്ചോണ്ടിരിക്കും ഒരാള്. ആ വണ്ടി പല പിള്ളേരും കണ്ടാ വണ്ടി എടുത്തോണ്ട് പോട്ടോ ഋഷി കേട്ടോ. പിള്ളേരും എല്ലാം കണ്ടാ വണ്ടി എടുത്തോണ്ട് പോവേ. കരയണ്ടേടാ നിനക്ക്? കരയണ്ടേ? ബാ കരയേ, ബാ കുറച്ച് കരയേ ബാ. ഇതൊക്കെ നല്ല മാല നോക്കി, ഇതൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും. ശ്വേത താലിമാല മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. നീ നിനക്കെന്താ വേറെ മാല ഇട്ടാത്തെ? എനിക്കിതാ ഇഷ്ടം. എന്നാലും അങ്ങനെ അല്ലല്ലോ, കുറച്ചുകൂടെ നല്ല മാല, അടിപൊളി സ്റ്റൈൽ മാലകളൊക്കെ ഇട്ടൂടെ? വേണ്ട, ഇത് നല്ലതല്ലേ? ഇതും വേണ്ട. അല്ലാതെ ആൾക്കാരെന്നെ ആനയെന്ന് വിളിക്കുന്നുണ്ട്. ഇനി അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ആനയാന്ന് പറയുന്നു. ആൾക്കാർക്ക് എന്തും പറയാലോ. ഇത് നല്ല അടി. ഇത് കമ്മലൊക്കെ സൂപ്പറാ. ഇത് കണ്ടോ? This and all is really nice. It'll suit you. ഉണ്ടോ? അടിപൊളിയായിരിക്കും. കാര്യമായിട്ട് നല്ലതല്ലേ? അതിനെന്താ, അത് ഇതും നല്ലതാണ്. This is also nice. ചീത്തയുടെ സൈസാണോ അത്? സൈസാണോ അതോ ചീത്തയുടെ കളറാണോ? ചീത്തയുടെ കളറിലുള്ള ഷൂസ് കണ്ടോ നിങ്ങള്? അതേപോലെ ഉണ്ട് കണ്ടോ? നോക്കി നടന്ന് ഊപ്പാട് തെറിച്ചിട്ട് ഒരാളോടൊപ്പം ഇരിക്കുന്നത് കേട്ടോ. നോക്കി ആ കസേര കൊള്ളാം അല്ലേ? അത് കൊള്ളാം, അടിപൊളി. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാ ഇന്തോനേഷ്യക്ക് വന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും നോക്കുന്നില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് തകർത്തെ ഇങ്ങനത്തെ കുറെ കിടില സാധനങ്ങൾ ഇന്തോനേഷ്യ കിട്ടും. കഴിച്ചു ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് സംഭവങ്ങൾ വന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ നമ്മളെടുത്ത് കളക്കി. ഇത് എവിടെ? ഇതെന്ത് ആരാ ഇത്? സാന്റാക്ലോസ് ഋഷിയാണോ? എങ്ങോട്ട് പോണു? ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോ? തരാമോ ഗിഫ്റ്റ്? ഗിഫ്റ്റ് തരുമോ? എനിക്ക് തരില്ല. ഇത് ഗിഫ്റ്റും കൊണ്ട് പോകുന്ന സാന്റാക്ലോസ് ഋഷി. അത് എടുക്കണ്ട, അത് അവിടെ വെച്ചോ കേട്ടോ. അത് എടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. എനിക്കിപ്പോ തൽക്കാലം നിന്റെ ഗിഫ്റ്റ് വേണ്ട. ബാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ബാ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴെ വന്നപ്പോഴത്തേക്കിനും നമ്മൾ കണ്ട സാധനങ്ങളാണിത്. ഓ ആര് എങ്ങോട്ടാ ഫോൺ വിളിക്കുന്നത്?
സുഖമാണോ? സുഖമാണല്ലോ. എന്തൊക്കെ സംഭവങ്ങളാണ് ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, കുറെ പൈസ മുടക്കി ഉണ്ടാക്കിയല്ലേ, അതായിരിക്കും എടുത്ത് മാറ്റാത്തതല്ലേ. ഭയങ്കര വലിയ മോളാ, അതിനകത്ത് കയറി ഞങ്ങൾ പെട്ടു. വഴി അറിയത്തില്ല, ഒരു കുന്തം അറിയത്തില്ല, എങ്ങോട്ടാ പോകണ്ടെന്ന് മനസ്സിലാവുന്നുമില്ല. ഇല്ലില്ല, പൊട്ടിക്കത്തില്ല കേട്ടോ. ഇത് എവിടെ എന്താ ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിശക്കുന്നു, ഫുഡ് കഴിക്കണം, അത് നോക്കുക. ഇവിടെ ഹൈദിലാവ് ഹോട്ട് പോട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഹൈദിലാവ് ഹോട്ട് പോട്ട് ഇവരുടെ മെയിൻ സാധനമാണ്. ഹായ്, ഡു യു ഹാവ് ഓൺലി ഹോട്ട് പോട്ട്? എനിത്തിങ് ഫോർ കിഡ്സ്? Only hot pot. So something for kids. Do you have any other menu? Do you have fried rice or something like that? ഞാൻ കഴിക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. I will eat. You also will get. എന്താണ് കഴിക്കുന്നുണ്ടോ? അവൻ കഴിക്കാം, അവൻ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, നിനക്ക് കഴിക്കണോ? ഞാനൊന്നും മാത്രമായിട്ട് ശരിയാവില്ല. നമുക്ക് തായ് ഫുഡ് കഴിക്കാം. തായ് ഫുഡ് നമ്മൾ എന്തായാലും ഈ ട്രിപ്പിൽ തായ്ലൻഡിൽ പോകുന്നില്ലല്ലോ. സോ വി ഹാവ് തായ് ഫുഡ്. യു വിൽ ദാറ്റ് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ല ആ സാധനം. വെജിറ്റേറിയൻ എന്തെങ്കിലും കിട്ടും. യു വിൽ ഗെറ്റ് വെജിറ്റേറിയൻ ഓപ്ഷൻ ചെയ്യാം. നൂഡില് സംഭവങ്ങളൊക്കെ ഉണ്ട്. വിൽ ഹാവ് തായ് ഫുഡ്. വാ. എവറി ടൈം ഞാൻ പെടും. ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ ഇന്തോനേഷ്യൻ ഫുഡ് കഴിക്കാം. അങ്ങനെ പറയല്ലേ. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്, കിടിലം സാധനങ്ങളൊക്കെ ഉണ്ട്. തോമിയം സൂപ്പ്, പിന്നെ മറ്റേ പട്ടായി കിട്ടായി, അങ്ങനെ പറഞ്ഞ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ശ്വേത, നീ ഇങ്ങനെ ചൈനീസ് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ തായ് ഫുഡ് കഴിക്കുന്നേ. നമ്മൾ തായ് പോകുന്നില്ലല്ലോ, നമ്മൾ ചൈനീസ് ഫുഡ് കഴിക്കാൻ സിംഗപ്പൂർ പോകുന്നുണ്ട്, ഹോങ്കോങ് പോകുന്നുണ്ട്, അവിടെ ഇവിടെ എല്ലാം പോകുന്നുണ്ട്. നമുക്ക് ജാപ്പനീസ് ഫുഡ് വേണോ? രാമേൻ എന്താ വേണ്ടേ പറ. കഴിക്കണം. ഓക്കെ, ടേബിൾ ഫോർ 3. Yeah. No phone number. First name and last name? Okay. കൊടുക്ക്. Okay. Yeah. Yes, kami. She come. Sawadee ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. Are you all from Thailand? I am from Indonesia. You are from Indonesia. Okay. ഇവിടെ ഇരിക്കുക. അപ്പാടെ ഇവിടെ ഇരുന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. ഗൈസ്, അങ്ങനെ വന്നിരുന്നപ്പോഴത്തേക്കിനും ഋഷിക്ക് എന്ത് കിട്ടി? ക്രയോൺസ് കിട്ടി, ഡ്രോയിങ് ചെയ്യാനായിട്ട്. അടിപൊളി. ഋഷി ഇവിടെ വണ്ടി ഓടിച്ച് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കിനും അവര് ഋഷിക്ക് ക്രയോൺസ് കൊണ്ട് കൊടുത്തു. ശരി, നമ്മൾ ഐക്യയിൽ കണ്ട ടൈപ്പ് സെയിം പ്ലേറ്റ് അല്ലേ ഇത്? അല്ലേ? ഞങ്ങളപ്പോൾ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കാണുമ്പോഴത്തേക്കിനും എല്ലാം കഴിക്കണം എന്ന് തോന്നും. ഷേറയ്ക്ക് തായ് ഫുഡ് അത്ര പ്രിയമല്ല. ഞാനാണ് തായ് ഫാൻ. ഷേർ അത്ര തായ് ഫാൻ അല്ല, ബട്ട് ഷീ ലൈക്സ് ഇറ്റ് സംടൈംസ്. ഷേറയ്ക്ക് ഒരു കാര്യം അറിയോ? ഞാൻ 10 വർഷം മുമ്പ് ആദ്യമായിട്ട് തായ്ലൻഡ് എന്ന് പറഞ്ഞ വിദേശ രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും ഞാൻ അവിടെ പോയിട്ട് ആകെ കഴിച്ചത് മക്ഡൊണാൾഡ്സും KFCയുമാണ്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മണം കാരണം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആ സ്ഥാനത്ത് 5 വയസ്സുള്ള നമ്മുടെ മോനിപ്പം ഫുഡൊക്കെ കഴിക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യമാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം ഈസ് ഓൾസോ സ്ട്രഗ്ലിങ് ഹാർഡ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിശക്കുന്നതുകൊണ്ട് കഴിക്കുന്നതാണ് പലതും. കാരണം ഇങ്ങനെയാണ് കഴിച്ചു പഠിക്കുന്നത്. അപ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്കുള്ള സംഭവങ്ങളാണെങ്കിലും ഇതൊക്കെ ഇവിടുത്തെ ടേസ്റ്റിലാണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ പുള്ളിയും മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അവൻ കഴിക്കുന്നുമുണ്ട്. ടോമിയം സൂപ്പൊക്കെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടമാണ് ടോമിയം സൂപ്പ്. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഓരോന്നൊക്കെ പഠിക്കുന്നത് യാത്രകളിൽ. ഋഷി എന്താ വരയ്ക്കുന്നത്? എന്തിനാ കളർ ചെയ്യുന്നത്? ഡൈനോസോർ ആണോ അത്? അല്ലല്ലോ, അത് വേറെന്തോ അല്ലേ? ഡൈനോസോർ ആണോ അത്? ആണോ? ഓ സോറി എടാ, എനിക്കറിയില്ലായിരുന്നു. ഗൈസ്, ഇത് നോക്ക്, കണ്ടോ? ഋഷി ഇവിടെ ഇരുന്ന് വളരെ സിമ്പിളായിട്ട് കളർ അടിച്ചതാണിത്. കണ്ടോ എങ്ങനെയുണ്ട് ഋഷിയുടെ കളറിങ്? നിങ്ങളൊന്ന് മാർക്ക് കൊടുക്കണം ഋഷിക്ക് കേട്ടോ. ഋഷിയുടെ കളറിങ് ആണ് ഇത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നൈസ് ആയിട്ടുണ്ട്. ശ്വേത, അവൻ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ പണ്ടത്തെ അപേക്ഷിച്ചിട്ട്. പണ്ട് അവൻ കുറേയൊക്കെ ഇതായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം അവൻ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു. വെരി ഗുഡ് ഋഷി, അപ്രിഷിയേറ്റ്. ഐ ലവ് യു. ഋഷിക്ക് ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞായിരുന്നു, സീ ഫുഡ് ഫ്രൈഡ് റൈസ്. അത് വന്നിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് നിർത്തുന്നില്ല. അത് അവിടെ ഓറഞ്ച് കളറിലെ പുല്ല് എന്താണെന്നറിയോ? പച്ച കളറിലെ പുല്ല് ഉണങ്ങിയതാ, അതാണ് ഓറഞ്ച്. ടോമിയം സൂപ്പ് എത്തിയിരിക്കാം. തരാമേ. ഋഷിക്ക് തരാം കേട്ടോ. ഋഷിക്കും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇത് കാരണമാണ് എന്നെ ഇവിടെ കയറ്റിയത്, അല്ലാതെ വേറൊന്നുമല്ല. ഇങ്ങേര് വിചാരിക്കുന്ന മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറയും. എനിക്ക് തായ് ഫുഡ് ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോ അങ്ങനെ പറയാലോ. ശ്വേത തായ് യെല്ലോ കറി പറഞ്ഞായിരുന്നു. അല്ല തായ് യെല്ലോ കറി അല്ലല്ലോ, എന്തായിരുന്നു? വെജിറ്റേറിയൻ ടോഫു കറി അല്ലേ? യെല്ലോ കറി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ?
നല്ലതാ. അത് വെറുതെ പറയുന്നതാണോ? ഇല്ല, നല്ലതാ. ഉള്ളാടെ ഉള്ളെന്ന് പറഞ്ഞാൽ മതി. യു ലൈക്ക് ഇറ്റ്? എരിവുണ്ടോ? ടോമിയോ സൂപ്പ് ഇഷ്ടപ്പെട്ട ഋഷിക്ക് വെള്ളം തരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബില്ല് വന്നപ്പോഴത്തേക്കും ഞെട്ടി ഗൈസ്. നമ്മൾ ഇവരുടെ ലക്ഷങ്ങളുടെ കണക്കും നമ്മളുടെ കണക്കും എല്ലാം കൂടെ എന്നാലും അത്രയായോ? നല്ല കത്തിയായിരുന്നു. ഞാൻ വിചാരിച്ച പോലല്ല. നമ്മൾ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും അത്രയൊന്നും ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ വെള്ളത്തിന് 65,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഒരു 330 ml വെള്ളം കൊടുത്തന്നില്ലേ, അതിന് 65,000. അതാ കൊന്നത്. വെള്ളം ബിയറിന് അത്രയും കാശില്ലടി. എടി ബിയറിന് അത്രയും കാശില്ല. താങ്ക് യു. അതെടുക്ക്. കവറിലിട്ടോ ഇട. കവറിലിട്ടോ. ഓ കവറിലിടണ്ട. ഋഷി വരച്ച ഫോട്ടോ നീ കൈ പിടിക്കിച്ചതാ. കവറിലിട്ടാ ചുളുങ്ങിപ്പോവും. കവർ ചുളുങ്ങത്തില്ല ഋഷി. കവറിലിട കേട്ടോ. ഇല്ല ബാ കമോൺ. യാ താങ്ക് യു. ബൈ. യാ താങ്ക് യു. എന്തൊരു സന്തോഷം. പെൺപിള്ളേര് വന്ന് മിണ്ടിയ അവരെല്ലാം പറയും ആ പെണ്ണിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. യൂണിക്ലോയിൽ കയറണോ? ഇനി അതും കൂടെ കയറാൻ ബാക്കിയുള്ളൂ ഗൈസ്. വെറുതെ ഒന്ന് ഷോപ്പിംഗ് മോളിൽ വന്നതാ. അയ്യോ ഒന്നും പറയണ്ട. പക്ഷെ ഇത് ഭയങ്കര കൊല്ലലായി പോയിട്ടോ. ഇല്ലേ ഇപ്പൊ ഞാൻ യൂറോപ്പിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഫുഡിന്റെ അല്ല രണ്ടുപേര് കഴിക്കുന്ന ഫുഡിന്റെ റേറ്റ് നമുക്ക് 3 പേർക്കായി. ഒരു 5 ഡേ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കുന്ന റേറ്റ് അത്രേ ഉള്ളൂ. എന്നാലും അത്രയൊക്കെ ആയി. ഞങ്ങൾ യൂണിക്ലോയിൽ വന്നിട്ട് ഋഷിക്ക് സ്റ്റൈൽ ചെയ്യാൻ പോവാ കേട്ടോ. ഇത് സ്റ്റൈൽ ചെയ്യാൻ പോവാ. ഇട്ട് നോക്കാം. ഇട്ട് നോക്കണം. ഇട്ട് നോക്കാം. ഒന്നും വേണ്ട ഞങ്ങൾക്ക്. ഇതാരാ? ഋഷിയാണോ? അമ്മയ്ക്ക് ധൃതിയാണോ കാണാനായിട്ട്? നോക്ക് ശല നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇച്ചിരി വലുതാണോ? ഉടുപ്പിച്ചിരി വലുതല്ലേ? അത് ഇടണ്ട. നിനക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? വേണ്ട അല്ലേ ശത? വേണ്ട അല്ലേ? ആ ഉടുപ്പാണ് എനിക്ക് ഇച്ചിരി വലുതായിട്ട് തോന്നിയത്. എടുക്കാം. എനിക്ക് ആ ഉടുപ്പാണ് ഇച്ചിരി വലുതായിട്ട് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് മോളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. ഒരു രക്ഷയില്ലാത്ത മഴ. വണ്ടി വന്ന് കയറിക്കോ. ഋഷി വാക്കാറ് വന്ന് കയറി. അടിപൊളി. ഇത് വൻ സെറ്റപ്പോട്ടോ. ഇത് ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല. ജക്കാർത്ത എന്ന് പറയുന്ന ഒരു കിടിലൻ കിടുക്കാച്ചി സ്ഥലമാണ്. നല്ല അടിപൊളി പൊളപ്പ സ്ഥലം. എനിക്ക് ഇന്ത്യൻ സിറ്റി ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുപോലെ വലിയ സംഭവമാണ്. ഹലോ ഹോളിഡേ ഇൻ. ഫുള്ള് മഴയാണ് ഗൈസ്. മഴയെന്ന് പറഞ്ഞാൽ മഴ. ഈ ചില്ലിതാക്കാൻ പറ്റത്തില്ല. ഫുൾ ലോക്ക. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണത്. നാളെ എന്ത് ചോദിച്ചാ നമ്മള്? നാളെ ഇതേപോലെ മഴയായിരിക്കുമോ? എനിക്ക് അറിയത്തില്ല എന്താ പരിപാടി. താങ്ക് യു. അതില് ചവിട്ടില്ല. നിന്റെ ഡ്രസ്സാ. ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങ. ഇപ്പുറത്തോട്ട് ഇറങ്ങാം. യെസ് കമോൺ. അയ്യോ വീടല്ലേ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓഹോ നമ്മളെ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്തപ്പോഴെല്ലാം നമുക്ക് BYD ടാക്സിയാണ് കിട്ടിയത്. ശ്രദ്ധിച്ചായിരുന്നോ? മൊത്തം BYD ടാക്സി. ടൊയോട്ട കിട്ടിയായിരുന്നു അല്ലേ? ടൊയോട്ടയും കിട്ടിയായിരുന്നു. സോ നൗ വി ആർ ബാക്ക് ടു അവർ ഹോട്ടൽ. ഇന്ന് ട്രെയിൻ ഉറങ്ങൂല കേട്ടോ ഋഷി. ഇന്ന് ഋഷി ട്രെയിൻ ഓടിച്ച് രാത്രി മൊത്തം ഇരിക്കും. നമുക്ക് ഉറങ്ങാമേ കേട്ടോ. എന്താ പറഞ്ഞത്? ഫയർ ട്രക്കിന് എന്തിനാ ഏണി? ഫയർ ട്രക്കിന് എന്തിനാ ലാഡർ? എവിടെ നിന്ന് എടുക്കാൻ വേണ്ടി? എവിടെ നിന്ന് എടുക്കാനാ? എവിടെ മേളിന്ന്? ഏതെങ്കിലും പട്ടിയും പൂച്ചയും ഒക്കെ മേളിലിരുന്നാലേ വെച്ചിട്ട് എടുക്കും. അപ്പൊ ഫയർമാന്റെ മേളിലോട്ട് കയറാൻ വേണ്ടിയല്ലേ ലാഡർ അല്ലേ? ഓക്കെ വെരി ഗുഡ്. ഓക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഗൈസ്, ഇന്ന് അടപ്പറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യാ മതിയായില്ലേ ചേതാ? ഭയങ്കരമായിട്ട് മതി. ഷോപ്പിംഗ് മാളിൽ പോയത് ഒന്നാമത്തെ കാര്യം. ഓണായി യെസ്. ഊട്ടിയില്ലായിരുന്നല്ലോ, കായില്ലായിരുന്നു. കമോൺ ഗൈസ്, കമോൺ. യെസ്, അങ്ങനെ ഫൈനലി വി ആർ ബാക്ക് ടു ദ ഹോട്ടൽ. നമുക്ക് ഇനി ട്രെയിൻ അൺബോക്സ് ചെയ്താലോ? ട്രെയിൻ ഏതാ ട്രെയിൻ എന്നറിയാമോ? ഇത് നറീട്ട എക്സ്പ്രസ് ആണ്. യു നോ ദാറ്റ്? ജപ്പാനിലെ ട്രെയിൻ ആയത് കണ്ടോ, നറീട്ട എക്സ്പ്രസ് എന്നും പറഞ്ഞോണ്ട്.
അതായത് നറീറ്റ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ടോക്കിയോ ഇല്ലേ, ടോക്കിയോയിൽ അറിയാവോ? നമ്മൾ ഇന്തോനേഷ്യയിൽ ജക്കാർത്ത വന്നിട്ടില്ലേ, അതേപോലെ ജപ്പാനിൽ ടോക്കിയോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ടോക്കിയോയിലെ എയർപോർട്ട് ഉള്ളത് നറീറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ നറീറ്റ എന്ന് ടോക്കിയോ സിറ്റിയിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇത്, നറീറ്റ എക്സ്പ്രസ്. മനസ്സിലായോ? ഇത് ഭയങ്കര സ്പീഡിൽ പോകുന്ന ട്രെയിനാ. അപ്പൊ ഈ ട്രെയിനിൽ കയറി പോയിട്ടുണ്ട്. അൺബോക്സ് ചെയ്ത് തരാമേ, നമ്മൾ സെറ്റപ്പ് ആക്കി തരാം. അൺബോക്സ് ചെയ്ത് തരാം കേട്ടോ. ഇതെന്തോ ഇത്? ഋഷി സോസേജ് ആണോ? ഋഷി റോൾ ആണോ? ഋഷിനെ ഞാനാ ഇപ്പൊ കുളിപ്പിച്ചത്. കുളിപ്പിച്ച് കഴിഞ്ഞ് ശ്വേതനെ തുടക്കാൻ വേണ്ടി കൊടുത്തതാ. ടവല് പൊറച്ചിട്ടിരിക്കുന്നതായിട്ട് കൊള്ളാം. ഊരണ്ട ശ്വേത, അങ്ങനെ തന്നെ ഇട്ടേക്കെ. നല്ല പരിപാടിയാ. ടവല് ഊരരുത്, അപ്പ വീഡിയോ എടുക്കുവാണ്.